अरे रंजन चौधरी जी क्या जॉब है ഔട്ട്സ്റ്റാൻഡിങ് ഹേ ഹിസ്റ്റോറിക് ഹേ ഇതിൽ കൂടുതൽ എന്ത് ഹേ പറയാനാണ് ഹേ. ഇന്ത്യ അണ്ടർ-20 സാഫ് ചാമ്പ്യൻഷിപ്പിൽ സെമി ഫൈനലിൽ ബംഗ്ലാദേശിനോട് തോറ്റ് പുറത്തായിരിക്കുന്നു. ആരാ പറഞ്ഞത് സാഫിൽ കോമ്പറ്റീഷൻ ഇല്ലെന്ന്? രഞ്ജൻ ചൗധരി വന്നു, അടിപൊളി കോമ്പറ്റീഷൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇത്ര ഒരു വിമർശന രീതിയിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഈ പറഞ്ഞതുപോലെ കോച്ചിൻ്റെ സെലക്ഷൻ ആണെങ്കിലും ടീമിൻ്റെ സെലക്ഷൻ ആണെങ്കിലും അതല്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ഇതിനെപ്പറ്റി ഈ അണ്ടർ-20 ടീമിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു റിസൾട്ടും ഇങ്ങനത്തെ ഒരു കളിയും വരുമ്പോഴത്തേക്കും പറയാതിരിക്കാൻ സാധിക്കില്ല. ഇന്ത്യ കളിക്കുന്ന മൂന്നാമത്തെ കളിയാണിത്. ആദ്യത്തെ 2 മത്സരം ഭൂട്ടാനെതിരെയും മാൽദീവ്സിനെതിരെയും 1-0 വളരെ കഷ്ടപ്പെട്ടാണ് ജയിച്ചത്. അതിലിപ്പോൾ ലാസ്റ്റത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ കിപ്ജൻ്റെ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു സൂപ്പർ ഗോൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആ ഒരു മത്സരം വിജയിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ സമനിലയായിട്ട് ആദ്യം അവർ സ്കോർ ചെയ്തു, കഷ്ടപ്പെട്ട് സ്കോർ ചെയ്തു, പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് തോൽക്കുന്നത്. അപ്പോൾ സാഫിലെ റീജിയൻസിലുള്ള ടീമുകളോട് പോലും മര്യാദയ്ക്ക് കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വരാം. ഈ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന കോച്ച്, അണ്ടർ-20യുടെ കോച്ച്, ഞാൻ മുമ്പ് വീഡിയോ ചെയ്തപ്പം പറഞ്ഞതാണ്, യാതൊരു വിധത്തിലും ഒരു ജൂനിയർ ലെവലുള്ള കാറ്റഗറി ഒന്നും പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. CFL-ലൊക്കെ അവിടെ പോലും അദ്ദേഹം ഒരു സക്സസ്ഫുൾ അല്ല. ഇപ്പം അതുകൊണ്ട് തന്നെ ബംഗാളി ഫുട്ബോൾ ഫാൻസ് തന്നെ വളരെയധികം മോശം അഭിപ്രായം അവരുടെ ഇടയിലുള്ള ഒരാളാണ്. പിന്നെ എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് കല്യാൺ ജീസ് ഫ്രണ്ട്ഷിപ്പ് കോട്ട. അതല്ലാണ്ട് ഇപ്പം വേറെ ഒന്നും പറയാനില്ല. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരം നമുക്ക് തരാനില്ല എന്നുള്ളതാണ്. എത്രയോ മറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ കോച്ചസ്, ശങ്കർലാലൊക്കെ അടക്കം പഞ്ചാബ് സിയുടെ കോച്ചിനെ പറ്റിയാണ് പറയുന്നത്, റിസർവ് ടീമിൻ്റെ. അങ്ങനെ നല്ല കോച്ചസൊക്കെ അവൈലബിൾ ആയിരുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ളൊരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു കോച്ചിനെ കൊണ്ടുവരുന്നു. പിന്നീട് ഇപ്പം പലരൊക്കെ പറയുകയാണ് നമുക്ക് സ്കോറിങ് വന്നില്ല, അതൊരു പ്രശ്നമായിരുന്നു എന്നുള്ളത്. സ്കോറിങ് വരണമെങ്കിൽ നമ്മൾ പറയുന്ന പോലെ സ്കോറിങ്ങിൽ ആ ഒരു എബിലിറ്റി ഉള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യണം. ഇപ്പോൾ ഒമാങ് ഡൂഡും RFDL-ലെ ടോപ്പ് സ്കോററാണ്. സുഹൈൽ മലയാളി പ്ലെയർ, അദ്ദേഹം പഞ്ചാബ് എഫ് സി കളിച്ച് RFDL ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള പ്ലെയറാണ്. ഇവരൊക്കെ രണ്ടുപേരും നെക്സ്റ്റ് കപ്പിൽ മികച്ച പെർഫോമൻസ് നടത്തിയുള്ള പ്ലേയേഴ്സാണ്. അതുപോലെ തന്നെ മറ്റു പല പ്ലേയേഴ്സ്, വലൻ സജി, സുഹൈൽ ഭട്ട്, അങ്ങനെ ഒരുപാട് നല്ല പ്ലേയേഴ്സ്, സ്കോർ ചെയ്യുന്ന പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെ ഒന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അവിടെ അടിക്കാൻ പറ്റിയിട്ടുള്ള പ്ലേയേഴ്സ് വേറെ ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ആ സ്ട്രൈക്കിംഗ് സോണിൻ്റെ പ്രശ്നമാണ്. പിന്നെ മൊത്തത്തിൽ ഒരു ടീമിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്കോഡൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക, ബിബിയാനോയുടെ അണ്ടറിൽ കഴിഞ്ഞ അണ്ടർ-17 ജപ്പാനെതിരെ പോലും ഞെട്ടിക്കുന്ന പെർഫോമൻസ് നടത്തിയിട്ടുള്ള ടീമിൽ ഒരു മെജോറിറ്റി ഓഫ് പ്ലേയേഴ്സ് ഈ ഒരു സ്കോഡിലും ടീമിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ടീമിനെ കൊണ്ടാണ് ഈ 3 മാസത്തെ ക്യാമ്പൊക്കെ കിട്ടിയിട്ട് ഇത്ര നിലവാരമില്ലാത്തൊരു ഫുട്ബോൾ കളിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ്. ഇനി എന്താണെങ്കിലും അണ്ടർ-20 സാഫ് ഈ ഒരു ഗതിയായ സ്ഥിതിക്ക് AFC ക്വാളിഫയേഴ്സിൽ അതിൽ അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പൊന്നും അല്ല. ഇറാനാണ് അവരുടെ ടഫ് ഓപ്പോണൻ്റ് ആയിട്ടുള്ളത്. ബാക്കി 2 ടീമുകളെ നമുക്ക് തോൽപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയൊക്കെ പോയ കണക്കാണ്. അണ്ടിൽ ഈ പുള്ളിക്കാരൻ പോകാത്ത സ്ഥിതിക്ക് എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ട് പുള്ളിയെ മാറ്റി ഇപ്പോൾ ഇനി പുതിയൊരു കോച്ചിനെ കൊണ്ടുവരുമോ എന്നുള്ളത്. അത് ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചാലോ, നേഷനേക്കാൾ വലുത് ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാധിച്ചാലോ എന്നുള്ളതായിരിക്കും പുള്ളി ആദ്യം നോക്കുന്നുണ്ട്. പിന്നെ ആശിഷ് നഗിയുടെ ഒരു റിപ്പോർട്ട് ഒക്കെ പ്രകാരം 90s-ലെ ഒക്കെ രീതിയിലാണ് ട്രെയിനിങ് ചെയ്തിരുന്നത്. പുവർ ടീം സെലക്ഷൻ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സോ എന്താണെങ്കിലും ടൈം ട്രാവൽ ചെയ്തിട്ട് പുള്ളി പഴയ കാലത്ത് പോയി ട്രെയിനിങ് ചെയ്തു എന്നുള്ളതാണ്. കാരണം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ട്രെയിനിങ് ഫെസിലിറ്റി, ആ രീതിയിൽ ട്രെയിനിങ് മെത്തേഡ്സ് ഒക്കെ പരിശീലിപ്പിക്കുന്ന കോച്ചസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം അങ്ങ് ട്രാവൽ ചെയ്ത് അങ്ങ് 90s-ൽ പോകുന്നു. പുള്ളി 90s-ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഗെയ്സ് എന്താണെങ്കിലും കൊള്ളാം, നല്ല രീതിയിൽ എങ്ങനെ കുട്ടിച്ചോറാക്കാമോ ആ തരത്തിലൊക്കെ കുട്ടിച്ചോറാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാനിപ്പോൾ ഈ KBSCയുടെ വിഷയത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അണ്ടർ-20യുടെ വിഷയത്തിലാണെങ്കിലും ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞത് നമുക്ക് ഈ പറയുന്ന പോലെ ഈ ടെക്നിക്കൽ ഇതിലുള്ളവരുടെ ബുദ്ധിയോ, ക്ലബിൻ്റെ തലമാണെങ്കിൽ നാഷണലിലാണെങ്കിൽ അത്രയും ബുദ്ധിയോ അല്ലെങ്കിൽ അത്രയ്ക്ക് ഫുട്ബോൾ എക്സ്പേർട്ടോ നോളജോ ഒന്നും ആണല്ലോ. പക്ഷേ ബേസിക് കോമൺ സെൻസ് എന്നുള്ള കാര്യം ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഈ അണ്ടർ-20യുടെ കാര്യം ആലോചിക്കുമ്പോൾ തീർത്തും വിഷമം തോന്നുന്നു. കാരണം നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു തവണ മുന്നിലുണ്ടായിരുന്നത്. അത് മൊത്തത്തിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുകൊണ്ട് അത് നശിക്കുന്നു എന്നുള്ളത് റിയലി പത്തറ്റിക് എന്നല്ലാണ്ട് യാതൊരു വിധത്തിലുള്ളൊരു കാര്യം പറയാനില്ല. പിന്നെ ഞാനിത് ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ചിലരൊക്കെ കമൻസിലൊക്കെ പറയാറുണ്ട് ഇത് ഇവിടെ പറഞ്ഞിട്ട് എന്താണ് ഗുണം, അവരോട് അറിയിക്കുക, അവിടെ ചെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്ന ഒരു വ്യക്തി, ഞാൻ ഈ AFF-ന്റെ പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടർ ബോർഡിനോടോ ചെന്നിട്ട് ഞാൻ ഹബീബ് ഇന്ന ആളാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരാൾ പറഞ്ഞത് കൊണ്ടൊന്നും അല്ല, ഇത് എല്ലാവരും ഇത് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുക. ഇത് നമ്മൾ ഫാക്റ്റ് വെച്ചാണ് ഇന്ന മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം
എന്താണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മളുടെ ഫുട്ബോൾ വ്യൂവേഴ്സിനും ഫുട്ബോൾ കമ്മ്യൂണിറ്റിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാര്യം. എന്നിട്ട് റെസ്പോൺസസ് അത് മാസ്സായിട്ട് തന്നെ അത് പ്രതികരണങ്ങളാണെങ്കിലും ക്രിറ്റിസിസം ആണെങ്കിലും അത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഒരാൾ ഇങ്ങനെ രീതിയിൽ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാകില്ല. ഇത് നമ്മളുടെ ഫുട്ബോൾ ഫാൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെ മൊത്തത്തിൽ ഇതുമായിട്ടുള്ള പ്രതികരണങ്ങൾ ഏത് തരത്തിലാണെങ്കിലും അത് ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിലെ ഒരു ഫാക്ടർ. അതുകൊണ്ടാണ് ഫാക്ട്സ് എന്നുള്ള നിരത്തിൽ കാര്യങ്ങൾ നിരത്തിൽ തന്നെ നമ്മൾ ഈ ഒരു വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പാടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സൈൻ ഓഫ്.